കുറച്ച് നാളായി ഇവിടെ റോസ് ചെടികൾക്ക് വലിയ വളർച്ച ഉണ്ടായിരുന്നില്ല, പൂക്കളും കാര്യമായിട്ട് കാണാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ഒരു നല്ല പൂമുട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പിങ്ക് നാടൻ റോസിൻ്റെ ചെടിയാണ്. പിങ്ക് പൂക്കളാണ് ഉണ്ടാവുക. ഇത് 2 കൊല്ലമൊക്കെ ആയിട്ടും വലിയ വളർച്ച ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇടയ്ക്ക് പ്രൂൺ ചെയ്യുന്നുണ്ട്. അടുത്തുള്ള ചെടികൾക്ക് ശല്യമാകുമ്പോഴും, പിന്നെ ഇത് മുള്ളുള്ള ചെടിയാണല്ലോ, ആർക്കും മുള്ള് കൊള്ളാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് പ്രൂൺ ചെയ്യും. വല്ലാണ്ട് വളരാൻ അനുവദിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണത് ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ അങ്ങനെ തന്നെ നിന്ന് പോകുന്നത്. കൊല്ലങ്ങളായിട്ടും അങ്ങനെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഈ നാടൻ റോസ് സാധാരണ ആളുകൾ വെച്ച് പിടിപ്പിക്കാറ്, പ്രത്യേകിച്ച് നഴ്സറിക്കാർ വെച്ച് പിടിപ്പിക്കാറെന്തിനാ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ്. അതായത് മറ്റ് തരം റോസുകൾ കമ്പ് നട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല. നാടൻ റോസാണെങ്കിൽ വെറുതെ ഒരു കമ്പ്, ഇതിൻ്റെ ഇപ്പോൾ ഒരു കമ്പ് മുറിച്ച് വേറെ ചെടിച്ചട്ടിയിൽ കുത്തിവെച്ചാൽ പുതിയ ചെടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുക, വേറെ നല്ല പല കളറിലുള്ള റോസുകളുണ്ടല്ലോ, ആ റോസുകളുടെയൊക്കെ ചെറിയ കമ്പ് ഇങ്ങനത്തെ നാടൻ റോസിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ നാടൻ റോസ് അവിടെ അങ്ങനെ നിലനിൽക്കും. ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് അതിൻ്റെ പൂക്കളുണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാടൻ റോസിൻ്റെ കമ്പുകൾ പുതിയ തളിരുണ്ടായാലും അത് മുറിച്ച് കളയണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നാടൻ റോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ ഗ്രാഫ്റ്റ് ചെയ്തതൊന്നും കാണില്ല. ഇവിടെ ഞാൻ 1-2 ഗ്രാഫ്റ്റ് ചെയ്ത റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഏതാണെന്ന് തന്നെ അറിയില്ല, കാരണം പൂക്കളില്ല. അതുകൊണ്ട് ആ ഗ്രാഫ്റ്റ് ചെയ്ത തണ്ടാണോ വളരുന്നത് മറ്റേതാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്.